വിജയുടെ കാര്യം പറയുമ്പോൾ ചേട്ടൻ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠൻ സാർ, ഇപ്പോൾ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കിടന്ന് കാണിക്കണത്, വെറുതെ അവിടെ ഇവിടെ ഇടിച്ചിടിച്ച് എന്താ പറയാ അങ്ങനെ നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താ പറയാ? നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഒരു അഭിനയിക്കും വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് വിജയണ്ണനെ കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹിക്കണില്ല. നിങ്ങൾ അത് സത്യമാണോ ഈ പറയുന്നത്? വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ടെൻഷൻ ഇല്ലാണ്ട് അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ വേറൊന്നും അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ പോലെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എങ്ങനെ ചേട്ടൻ ഇമോഷണലി ഈ മീശി വെച്ച് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പറഞ്ഞില്ല, പക്ഷെ ആൾക്ക് അഭിനയിക്കാൻ അറിയാം. അതുകൊണ്ടല്ലേ ഈ ലോകം മൊത്തം ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്ക. കുഴപ്പമില്ലല്ലോ. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാ. അതിന് ചേച്ചിക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ പറഞ്ഞത്? ഇല്ല ഇല്ല അല്ല, സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. വിജയണ്ണ ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അണ്ണൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് ആഗ്രഹം. ഒരു പടവും കൂടി ഇല്ല അണ്ണ, അതിലൊരു ചെറിയൊരു വേഷം അണ്ണൻ്റെ പുറകിൽ നിൽക്കാൻ. എനിക്കത് മാത്രം മതിയണ്ണ. വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു വിജയ് സാറിന്റെ വീടിന്റെ ഫ്രണ്ടില് നിന്നിട്ടുള്ളൊരു ഇരുന്നിട്ട് കരയുന്നൊരു വീഡിയോ. അത് ശേഷം എന്താ ഉണ്ണിക്കണ്ണന് പറയാനുള്ളത്? പിന്നെ അവിടെ ഇരുന്ന് പിറ്റേ ദിവസം പോലീസുകാര്, അവരിന് കുറ്റം പറയാൻ പറ്റില്ല, ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നം കൊണ്ട് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടാക്കി. ഞാൻ പിന്നെ അങ്ങനെ ഓരോ വണ്ടികളും പിടിച്ച് നടന്നു വന്നിട്ടൊക്കെയാണ് ഞാൻ ആ മീഡിയയിൽ വന്നിട്ട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞത്. പോലീസുകാരുടെ വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഞാൻ പോകുന്നു. ബൈ ബൈ.